നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 526th day. Today 20th sloka of Pradhama Skanda, first chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 526 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ, അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷ. ഓം തത്സത്. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ, അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷ. ഓം തത്സത്. ശൗനകാദികൾ ആവർത്തിക്കുകയാണ്. മനുഷ്യൻ എന്ന നാട്യത്തിൽ സഞ്ചരിക്കുന്നവനും എന്നാൽ മറ്റാർക്കും അറിയാൻ കഴിയാത്ത വിധം സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്നവനും ആയിരിക്കുന്ന ആ മഹാമഹിമയുള്ളവനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമൻ്റെ കൂടെ സഹരാമേണ, രാമൻ്റെ കൂടെ ബലരാമസഹിതനായിട്ട് മനുഷ്യർക്ക് സാധ്യമല്ലാത്ത അതിമർത്യാനി, അതായത് മർത്യന്മാർക്ക് സാധ്യമല്ലാത്ത തരത്തിലുള്ള വീര്യങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുവല്ലോ. തങ്ങൾക്കറിയാവുന്ന തങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാൻ മർത്യന്മാരുടെ എല്ലാം ഹൃദയത്തിൽ വസിക്കുന്ന ആ അതീവ രഹസ്യമായിട്ടുള്ള ആ ഭഗവാൻ മനുഷ്യാവതാരമെടുത്ത് ബലരാമസഹിതം രാമൻ്റെ കൂടെ മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്ത മാതിരി മഹാമഹിമയുള്ള ആ ഭഗവാൻ ശ്രീ ബലരാമൻ്റെ കൂടെ മനുഷ്യർക്ക് സാധ്യങ്ങളല്ലാത്ത പല കർമ്മങ്ങളും ചെയ്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം വിശദമായി തങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് വ്യംഗ്യമായിട്ട്. അത് സൂതന് വളരെ നന്നായിട്ടറിയാം. വ്യാസമഹാമുനി ശുഗബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുമ്പോഴും സൂതർ എവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂത പൗരാണികനോട് നിങ്ങൾക്ക് ആ മനുഷ്യനായിട്ട് അവതരിച്ച ഗൂഢകപട മനുഷ്യ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഗൂഢമായി വസിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ കപട മനുഷ്യനായിട്ടുള്ള, മനുഷ്യനല്ല ഭഗവാനാണ്, ഭഗവാൻ മനുഷ്യൻ്റെ വേഷം കെട്ടിയതാണ്. അതുകൊണ്ടാണ് കപട മാനുഷ എന്ന് പറയുന്നത്. അതിമർത്യാനി, മർത്യന്മാർക്കെല്ലാം സാധിക്കാത്ത വിധത്തിൽ ഉള്ള ആ ഭഗവാനെ കാര്യങ്ങളൊക്കെ, വീര്യമായിട്ടുള്ള കഥകളൊക്കെ ചെയ്തുവല്ലോ എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ആ ചെയ്ത കഥകളൊക്കെ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരണം എന്ന് അപേക്ഷിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ, അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.